ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ടെഹ്റാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. യുദ്ധഭീതി വീണ്ടും ശക്തമാകുമ്പോൾ വീണ്ടും ഒരു സൈനിക നീക്കത്തിലേക്ക്, ദീർഘകാല സംഘർഷത്തിലേക്ക് അമേരിക്ക കടക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്ന ആശങ്കയും ഉയരുന്നു. ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർത്തിയാകുകയാണ്. ഇനി കൂടുതൽ പ്രാദേശിക വാർത്തകളുമായി ശരണ്യ പൊയ്യേരി ചേരും. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ടെഹ്റാൻ മുന്നോട്ടുവച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളെ തള്ളി അമേരിക്ക. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി. ഇറാൻ നേതൃത്വത്തിലുള്ള ഭിന്നതകളാണ് സ്ഥിരമായ പരിഹാരത്തിന് തടസ്സമാകുന്നതെന്നും ട്രംപ് ആരോപിച്ചു. ഇറാൻ ഭരണകൂടം നിരവധി ഗ്രൂപ്പുകളായി ചിതറിപ്പോയ നിലയിലാണെന്നും അതിനാൽ വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെന്നും ട്രംപ് പരിഹസിച്ചു. ഇപ്പോൾ മുന്നിൽ 2 വഴികൾ മാത്രമാണെന്ന് പറഞ്ഞ ട്രംപ് സൈനിക നടപടിയിലൂടെ ശക്തമായി തിരിച്ചടിക്കുക അല്ലെങ്കിൽ കരാറിലെത്തുക എന്നതാണെന്ന് സൂചിപ്പിച്ചു. ബോംബാക്രമണം വീണ്ടും ആരംഭിക്കാൻ താൽപര്യമില്ലെങ്കിലും സൈനിക നീക്കങ്ങൾക്ക് പുതിയ പദ്ധതികൾ തയ്യാറാക്കിയതായി ട്രംപ് വെളിപ്പെടുത്തി. അതിന്റെ ഭാഗമായുള്ള രഹസ്യ സൈനിക പദ്ധതികൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വെടിനിർത്തൽ കരാറുകൾ ഉൾപ്പെടെ നിലവിലുള്ള സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് വീണ്ടും സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അമേരിക്ക സൈനിക നീക്കമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അതേ രീതിയിൽ ശക്തമായ സൈനിക പ്രതിരോധമായി തന്നെ മുമ്പോട്ടു പോകുകയെന്നതാണ് ഇറാൻ നിലപാടും. യുദ്ധം തുടരാൻ കോൺഗ്രസിന്റെ അനുമതി തേടിയില്ലെന്ന നിലപാടും ട്രംപ് ആവർത്തിച്ചു. 60 ദിവസത്തിനകം അനുമതി തേടണമെന്ന് പറയുന്ന വാർ പവേഴ്സ് റെസൊല്യൂഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്നും ട്രംപ് പറഞ്ഞു. ഗൾഫ് മേഖലയിലെ യുദ്ധഭീതി വീണ്ടും ശക്തമാകുമ്പോൾ വീണ്ടും ഒരു സൈനിക നീക്കത്തിലേക്ക്, ദീർഘകാല സംഘർഷത്തിലേക്ക് അമേരിക്ക കടക്കുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്ന ആശങ്കയും ഉയരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.